നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. സമ്പത്തിന്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാലക്ഷ്മിയുടെ 8 അവതാര ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്നത്. സമ്പത്തിന്റെ 8 സ്രോതസ്സുകളുടെയും അധിപ എന്ന സങ്കല്പത്തിലാണ് അഷ്ടലക്ഷ്മിമാരുടെ അവതാര രൂപങ്ങൾ ഉദ്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ അഷ്ടലക്ഷ്മി സങ്കല്പത്തിൽ സമ്പത്ത് എന്നാൽ അഭിവൃദ്ധി, ആരോഗ്യം, ധനം, ധാന്യം, വിദ്യ, ധൈര്യം, സന്താനങ്ങൾ, ശക്തി, വിജയം, മൃഗസമ്പത്ത് മുതലായ ഘടകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ അഷ്ടലക്ഷ്മിമാരുടെയും അനുഗ്രഹത്തിനായി വീടുകളിൽ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ നടത്തി വരാറുണ്ട്. സാധാരണയായി ലക്ഷ്മി പൂജ നടത്തുന്നു എങ്കിലും ഈ വൃശ്ചിക മാസത്തിൽ അഥവാ മാർഗശീർഷ മാസത്തിലെ ലക്ഷ്മി പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഇതുവരെയും ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിക്കാത്തവർ ഈ മാസത്തിൽ വരുന്ന 21-ാം തീയതിയും 28-ാം തീയതിയും ഡിസംബർ 5, 12 എന്നീ വെള്ളിയാഴ്ചകളിലാണ് പൂജ നടത്തേണ്ടത്. ഈ വൃശ്ചിക മാസത്തിൽ ചെയ്യുന്ന ഓരോ പൂജയ്ക്കും വളരെയധികം ഫലപ്രാപ്തി ഉള്ളതാണ്. ഐശ്വര്യവും ധനസമൃദ്ധിയും ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ ഓരോരുത്തർക്കും കൈവരിക്കാവുന്നതാണ്. നാളെ വൃശ്ചിക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ്. ധനാഭിവൃദ്ധിക്കായി വൃശ്ചിക മാസത്തിൽ ചെയ്തു വരുന്ന ഈ ലക്ഷ്മി പൂജകൾക്ക് ഇരട്ടിയാണ് ഫലം. ലക്ഷ്മി ദേവിയുടെ നാളായും അനിഴം നക്ഷത്രത്തിനെ കണക്കാക്കുന്നു. അതുകൊണ്ടുതന്നെ വൃശ്ചിക മാസത്തിൽ വരുന്ന 30 വെള്ളിയാഴ്ചയും അനിഴം നക്ഷത്രവും കൂടിച്ചേർന്ന് വരുന്ന അതിവിശേഷമുള്ള ഈ ദിവസത്തിൽ ലക്ഷ്മി പൂജ പ്രാധാന്യം അർഹിക്കുന്നു. ശുക്രഹോര വരുന്ന സമയത്ത് ലക്ഷ്മി പൂജ ചെയ്യുന്നതാണ് ഉത്തമം. ചിലർ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ചുകൊണ്ടും ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് ലക്ഷ്മി പൂജ ചെയ്താൽ ശുക്രവശവും ഉണ്ടാകും. കനകധാര സ്തോത്രം, അഷ്ടലക്ഷ്മി സ്തോത്രം, മഹാലക്ഷ്മി സ്തവം, അഷ്ടോത്തര ശതനാമാവലി, മഹാലക്ഷ്മി സഹസ്രനാമം എന്നിവ ചൊല്ലാവുന്നതാണ്. ശുക്രഗ്രഹത്തിനെ പ്രീതിപ്പെടുത്താനായി ശുക്ര അഷ്ടോത്തരവും ജപിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് വളരെ ശക്തിയേറിയ എന്നാൽ വളരെ ചെറുതുമായ 4 വരി അടങ്ങിയ ഒരു ശ്ലോകമാണ് മഹാലക്ഷ്മിയെ പറ്റി പറയുന്നത്. ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയ്ക്കോ മുൻപിൽ ഇരുന്നു കൊണ്ട് നെയ്യൊഴിച്ച ദീപം തെളിയിച്ചതിനു ശേഷം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. വളരെയധികം സന്തോഷത്തോടെ ലക്ഷ്മി ദേവിക്ക് വേണ്ട നിവേദ്യങ്ങൾ അർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അർപ്പിച്ച് വളരെയധികം ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ഈ 4 വരി മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രം ഇങ്ങനെയാണ്: ഓം മഹാലക്ഷ്മിയേ നമോ നമഃ. ഓം വിഷ്ണുപ്രിയായേ നമോ നമഃ. ഓം ധനപ്രദായേ നമോ നമഃ. ഓം വിശ്വജനന്യേ നമോ നമഃ. ഓം മഹാലക്ഷ്മിയേ നമോ നമഃ. ഓം വിഷ്ണുപ്രിയായേ നമോ നമഃ. ഓം ധനപ്രദായേ നമോ നമഃ. ഓം വിശ്വജനന്യേ നമോ നമഃ. ഓം മഹാലക്ഷ്മിയേ നമോ നമഃ. ഓം വിഷ്ണുപ്രിയായേ നമോ നമഃ. ഓം ധനപ്രദായേ നമോ നമഃ. ഓം വിശ്വജനന്യേ നമോ നമഃ. 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. ഇത് മുല്ലപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ടോ തുളസീദളങ്ങൾ സമർപ്പിച്ചുകൊണ്ടോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഈ മന്ത്രജപത്തിന് വളരെയധികം ശക്തിയുള്ളതാണ്. ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. നിറഞ്ഞ മനസ്സോടുകൂടി ഭക്തിയോടെ ദേവിയെ പ്രാർത്ഥിക്കും. ഏവർക്കും മഹാലക്ഷ്മിയുടെ പൂർണ്ണ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.